പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന 2026 ഫിഫ ലോകകപ്പിന് ഇനി നാളുകൾ മാത്രം. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഈ വലിയ മാമാങ്കത്തിന് ഒരു കരിനിഴൽ വീണിരിക്കുകയാണ്. ലോക പ്രശസ്ത മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലും ACLU ഉൾപ്പെടെ 100ലധികം മറ്റ് സംഘടനകളും ചേർന്ന് അമേരിക്കയിലേക്കുള്ള യാത്രക്കാർക്കായി ഒരു പ്രത്യേക ട്രാവൽ അഡ്വൈസറി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ യുദ്ധബാധിത രാജ്യങ്ങളിലേക്കോ സംഘർഷ മേഖലകളിലേക്കോ പോകുന്നവർക്ക് നൽകാറുള്ള ഇത്തരം മുന്നറിയിപ്പുകൾ ഇപ്പോൾ അമേരിക്കയെക്കുറിച്ച് നൽകിയിരിക്കുന്നത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു മുന്നറിയിപ്പ്? അമേരിക്കയിലെത്തുന്ന വിനോദസഞ്ചാരികളും ഫുട്ബോൾ ആരാധകരും നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. അമേരിക്കയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കടുത്ത കുടിയേറ്റ നിയമങ്ങളും കണക്കിലെടുത്താണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ലോകകപ്പ് കാണാൻ എത്തുന്ന ആരാധകർ, മാധ്യമപ്രവർത്തകർ, കളിക്കാർ എന്നിവർ വംശീയമായ വിവേചനത്തിനും അനാവശ്യമായ തടഞ്ഞുവെക്കലുകൾക്കും ഇരയായേക്കാം എന്നാണ് ആംനസ്റ്റി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും 4 കാര്യങ്ങളാണ് ഈ അഡ്വൈസറിയിൽ എടുത്തു പറയുന്നത്. അന്യായമായ പ്രവേശന വിലക്ക്. സാധുവായ വിസയുണ്ടെങ്കിൽ പോലും എയർപോർട്ടുകളിൽ വെച്ച് യാത്രക്കാർക്ക് പ്രവേശനം നിഷേധിക്കപ്പെടാം. രണ്ടാമത്തേത് ഡിജിറ്റൽ സുരക്ഷ. യാത്രക്കാരുടെ ഫോണുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അതിക്രമിച്ച് പരിശോധിക്കപ്പെടാനുള്ള സാധ്യത. മൂന്നാമത്തേത് വംശീയ വിവേചനം. തൊലിയുടെ നിറമോ ഭാഷയോ അടിസ്ഥാനമാക്കി സുരക്ഷാ ഉദ്യോഗസ്ഥർ വിവേചനം കാണിക്കാനുള്ള സാധ്യത. 4. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന തരത്തിലുള്ള തടങ്കൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റപ്പെടാനുള്ള ഭീഷണി. ഈ അഡ്വൈസറിക്ക് പിന്നിലെ പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നടപ്പിലാക്കുന്ന കടുത്ത കുടിയേറ്റ നയങ്ങളാണ്. കുടിയേറ്റക്കാരെ കണ്ടെത്താനായി നടത്തുന്ന റെയ്ഡുകളും മാസ് ഡിപ്പോർട്ടേഷൻ പദ്ധതികളും രാജ്യത്തൊരു ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജന്റുമാരുടെ സാന്നിധ്യം ലോകകപ്പ് വേദികളിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് വലിയ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മിനിയാപോളിസിൽ അടുത്തിടെ നടന്ന വെടിവെപ്പും പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന രീതിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമാധാനപരമായി എത്തുന്ന ആരാധകർ പോലും ഈ അടിച്ചമർത്തലുകൾക്ക് ഇരയായേക്കാമെന്നും റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു. കൂടാതെ ചില ആഫ്രിക്കൻ, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ ലഭിക്കുന്നതിലുള്ള നിയന്ത്രണങ്ങളും ഈ കായിക മാമാങ്കത്തിന്റെ ആഗോള സ്വഭാവത്തിന് തിരിച്ചടിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ചില വിധികളും ഈ ഭീതിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. ലൂസിയാനയിലെ കോൺഗ്രസ് ഭൂപടവുമായി ബന്ധപ്പെട്ട വിധിയിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിംഗ് അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള വോട്ടിംഗ് റൈറ്റ്സ് ആക്ട് ദുർബലപ്പെട്ടതായും നമ്മൾ കണ്ടിരുന്നു. വംശീയതയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം തെളിയിക്കുക എന്നത് കൂടുതൽ പ്രയാസകരമായിരുന്നു. ഇതുകൂടാതെ LGBTQ+ വിഭാഗങ്ങളുടെ അവകാശങ്ങളിൽ വന്ന നിയന്ത്രണങ്ങളും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പാസ്പോർട്ട് നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളും വിദേശത്ത് നിന്ന് എത്തുന്ന സഞ്ചാരികളെ ബാധിക്കും. തങ്ങളുടെ സ്വന്തം വെളിപ്പെടുത്തുന്ന രേഖകളുമായി യാത്ര ചെയ്യുന്നവർക്ക് അമേരിക്കൻ അതിർത്തികളിൽ അപമാനം നേരിടേണ്ടി വരുമെന്ന് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തിറക്കിയ 79 പേജുള്ള റിപ്പോർട്ടേഴ്സ് ഗൈഡിൽ പറയുന്നു. ഡാളസ്, ഹൂസ്റ്റൺ, മിയാമി തുടങ്ങിയ ലോകകപ്പ് വേദികളായി നിശ്ചയിച്ചിട്ടുള്ള നഗരങ്ങൾ ICE ഏജന്റുമാരുമായി സഹകരിക്കാൻ കരാർ ഒപ്പിട്ടുണ്ട്. ഇത് പ്രാദേശിക ജനതയെ മാത്രമല്ല അവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെയും ബാധിക്കും. കേവലം സംശയത്തിന്റെ പേരിൽ വംശീയമായ ആളുകളെ തടഞ്ഞു വെക്കുന്നത് വിനോദസഞ്ചാര മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്ന് US ട്രാവൽ അസോസിയേഷൻ ഭയപ്പെടുന്നുണ്ടെങ്കിലും സുരക്ഷയുടെ പേരിൽ നടന്ന ഈ നടപടികൾ പിൻവലിക്കാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. ഫിഫ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് മറ്റൊരു വിമർശനം. ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങൾ മനുഷ്യാവകാശ സംരക്ഷണത്തിനായുള്ള കൃത്യമായ പ്ലാൻ സമർപ്പിക്കണമെന്ന് ഫിഫ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മിക്ക നഗരങ്ങളും അത് പാലിച്ചിട്ടില്ല. കുടിയേറ്റക്കാർക്കും ഭവനരഹിതർക്കും നേരെയുള്ള അതിക്രമങ്ങൾ പല നഗരങ്ങളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കയിലേക്ക് പോകുന്നവർക്കായി ആംനസ്റ്റി ചില സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തേത്, സ്മാർട്ട് ഫോണുകളിൽ നിന്ന് ഫേഷ്യൽ റെക്കഗ്നേഷൻ, ഫിംഗർ പ്രിന്റ് അൺലോക്ക് എന്നിവ ഒഴിവാക്കുക. സെൻസിറ്റീവായ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യുകയോ ക്ലൗഡിലേക്ക് മാറ്റുകയോ ചെയ്യുക. വിസയും പാസ്പോർട്ടും ഉൾപ്പെടെയുള്ള രേഖകളുടെ പകർപ്പുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. തങ്ങളുടെ യാത്രാ വിവരങ്ങൾ വിശ്വസ്തരായ സുഹൃത്തുക്കളെയോ വീട്ടുകാരെയോ അറിയിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം നേരിട്ടാൽ ബന്ധപ്പെടേണ്ട മനുഷ്യാവകാശ സംഘടനകളുടെ നമ്പറും കൈവശം വയ്ക്കണം. ഈ ട്രാവൽ അഡ്വൈസറിക്കെതിരെ അമേരിക്കൻ ടൂറിസം മന്ത്രാലയവും റിപ്പബ്ലിക്കൻ അനുകൂലികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അമേരിക്കയെ സാമ്പത്തികമായി തകർക്കാനുള്ള തന്ത്രമാണെന്നുമാണ് അവരുടെ വാദം. കഴിഞ്ഞ വർഷം 67 ദശലക്ഷം ആളുകൾ അമേരിക്ക സന്ദർശിച്ചിട്ടുണ്ടെന്നും അവർക്കൊന്നും സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടില്ലെന്നും ടൂറിസം ഉദ്യോഗസ്ഥർ വാദിക്കുന്നുണ്ട്. എന്നാൽ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ പറയുന്നത് മുൻകാലങ്ങളിലെ അവസ്ഥയല്ല ഇപ്പോഴുള്ളതെന്നും ഭരണകൂടം കൂടുതൽ സ്വേച്ഛാധിപത്യപരമായ നിലപാടുകളിലേക്ക് നീങ്ങുകയാണെന്നുമാണ്. ലോകകപ്പ് എന്നത് രാജ്യങ്ങളെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കേണ്ട ഒരു കായിക ഉത്സവമാണ്. എന്നാൽ 2026 ലോകകപ്പിന് മുന്നോടിയായി ഉയരുന്ന ഈ ആശങ്കകൾ ഗൗരവകരമാണ്. ഒരു വശത്ത് ലോകകപ്പിന്റെ ആവേശവും മറുവശത്ത് മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള ഭീതിയും. അമേരിക്കൻ ജനാധിപത്യം നേരിടുന്ന ഈ പ്രതിസന്ധി ലോകകപ്പിനെ എങ്ങനെ ബാധിക്കുമെന്ന് വരും മാസങ്ങളിൽ നമുക്ക് കാണാം. നിങ്ങൾ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പുതിയ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കി ജാഗ്രത പാലിക്കണം.